Hello guys, welcome back to One Life Live with 007. ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് ഞങ്ങൾ മീനും വാമി ഇതിലില്ലെങ്കിലും ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഇത് കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു സ്ഥലത്തേക്ക് പോയേക്കുമായിരുന്നു. അതിൻ്റെ ഔട്ട്കം ഞങ്ങൾക്ക് അന്ന് തന്നെ അറിഞ്ഞായിരുന്നു ഔട്ട്കം ഒക്കെ. അപ്പം ഔട്ട്കം ഒക്കെ പോസിറ്റീവായിരുന്നു. ആ സാധനം ഞങ്ങൾ കൈയോടെ കൈപ്പറ്റാൻ പോകുവാണ്. അത് 2 ദിവസം കഴിഞ്ഞിട്ട് 2 ദിവസം മുമ്പായിരുന്നു ഞങ്ങൾ ഇൻ്റർവ്യൂവിന് പോയത്. ആ ഇൻ്റർവ്യൂ ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങൾക്ക് വിസ വന്നു. വിസയായിരുന്നു ഇത്. നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു വരുമ്പോൾ തന്നെ അറിയാമല്ലോ ഇത് ഏത് വിസ ആയിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും വിചാരിക്കുന്ന പോലെ നല്ല പാടുള്ള ഒരു രാജ്യത്തിൻ്റെ വിസ തന്നെ USA വിസയായിരുന്നു. 10 വർഷത്തെ B1 B2 കാറ്റഗറി വിസയാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഞങ്ങൾക്ക് 3 ആൾക്കും കിട്ടി. ഞങ്ങളുടെ ഫസ്റ്റത്തെ ട്രയലായിരുന്നു. അതായത് ഇന്ത്യയിൽ നിന്ന് സൗത്ത് ആഫ്രിക്ക വിസയാണ് എൻ്റെ പാസ്പോർട്ടിലുള്ളൂ. അല്ലാതെ നമ്മൾ ട്രാവൽ ഹിസ്റ്ററി അങ്ങനെ ഇൻ്റർനാഷണൽ ട്രാവൽ ഹിസ്റ്ററി അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരാളായിട്ടും നമുക്ക് വളരെ ഈസി ആയിട്ട് കിട്ടി US വിസ. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന വീഡിയോ ആണ്. ഞാൻ പാസ്പോർട്ട് കളക്ട് ചെയ്യാൻ പോകുവാണ്. വിസ അടിച്ച് വന്ന പാസ്പോർട്ട് നമ്മുടെ കളക്ടിങ് സെൻറ്റർ ഉണ്ട്, അവിടെ നിന്ന് കളക്ട് ചെയ്യണം. DHLൻ്റെ മീനും വാമിയും വരുന്നില്ല. കാരണം അവരോട് ഞാൻ റെഡി ആയിട്ട് നിൽക്കാൻ പറഞ്ഞു. ഞങ്ങൾക്ക് ഇന്ന് പുറത്തൊക്കെ പോയി ഒരു ഔട്ടിംഗ് ഒക്കെ ഉണ്ട്, വാമിനൊന്ന് കൊണ്ടുപോയി ഒന്ന് കറക്കിയിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവരോട് റെഡി ആയിട്ട് നിൽക്കാൻ പറഞ്ഞു. ഞാൻ പോകുന്ന വഴിയാണ്, പോകുന്ന വഴിക്കുള്ള കാര്യങ്ങൾ. അപ്പം നിങ്ങൾ ഒരു കാര്യം ചെയ്യ്, നമുക്ക് ഇൻ്റർവ്യൂവിൻ്റെ ഡേയിൽ ഞങ്ങൾ ഇൻ്റർവ്യൂവിന് പോയില്ലേ, അപ്പം ആ പോകുന്ന സമയത്തുള്ള കുറച്ച് ചെറിയ ചെറിയ വീഡിയോസ് അതൊക്കെ നിങ്ങൾ കണ്ടിട്ട് പോവാം. അപ്പോഴേക്കും ഞാൻ ആ കളക്ഷൻ സെൻറ്ററിൽ എത്തട്ടെ കേട്ടോ. US വിസയുടെ ആപ്ലിക്കേഷൻ കവറിംഗ് ലെറ്റർ ഇത് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആപ്ലിക്കേഷൻ എല്ലാം ഓൺലൈൻ ആപ്ലിക്കേഷൻ എല്ലാം DS-160 എല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞു. നാളെയാണ് ഞങ്ങൾക്ക് ഇൻ്റർവ്യൂ കേട്ടോ. ദിവസത്തിൻ്റെ പ്രത്യേകത ഇന്നാണ് ഞങ്ങൾ വിസ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. വിസ അപ്ലൈ ചെയ്യാൻ വേണ്ടി രാവിലെ തന്നെ ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾക്ക് 10:30-ക്കാണ് അപ്പോയിൻമെൻറ്റ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ കണ്ടോ ട്രാഫിക് കിട്ടി. ഇപ്പോഴത്തെ സമയം 7 മണിയായി. ഇനിയൊരു 1 മണിക്കൂറും കൂടിയാണ് കാണിക്കുന്നത്. ഇവിടെ നിന്ന് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്നൊരു 60 കിലോമീറ്റർ ഉണ്ടായിരുന്നു കോൺസുലേറ്റിലേക്ക്. അപ്പം ഇതേ പോയിക്കൊണ്ടിരിക്കുകയാണ്. സിറ്റിയിലേക്ക് കിടക്കും തോറും ഇതേ കണ്ടോ നല്ല കോടമഞ്ഞൊന്ന് മൊത്തം മൂടി നിൽക്കുവാണ്. നമ്മൾക്ക് ഇനി ഇവിടെ നിന്ന് ഒരു 30 മിനിറ്റ്സും കൂടിയാണ് കാണിക്കുന്നത്. ഞങ്ങളെവിടെ നിൽക്കുന്നതെന്നറിയോ? ഞങ്ങളുടെ സൈഡിൽ കാണുന്നതാണ് US കോൺസുലേറ്റ് കേപ്പ് ടൗണിലെ. അപ്പം ഇന്നത്തെ സന്തോഷ വാർത്ത എന്താണെന്നറിയോ? ഞങ്ങളിതേ വിസയ്ക്ക് കൊടുത്തു വന്നു, തിരിച്ചു വന്നു. ഇതേ ഒരു സാൻഡ്വിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നു. വാമി അവിടെ ഫുഡും കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് 10:30-ക്കായിരുന്നു അപ്പോയിൻമെൻറ്റ്. പക്ഷേ ഇപ്പോൾ ഇവിടെ സമയം 9:40 ആയിട്ടുള്ളൂ. ഞങ്ങൾക്ക് വന്നപ്പോൾ തന്നെ അകത്ത് കയറാൻ പറ്റി. ഇൻ്റർവ്യൂ കഴിഞ്ഞു. ഞങ്ങൾക്ക് വിസ അപ്രൂവലായി. മീനു വാമി ചിരിക്കുവാണ്. ഞങ്ങൾക്ക് 3 പേർക്കും വിസ അപ്രൂവായി കിട്ടി. 10 വർഷത്തേക്കുള്ളത്. പാസ്പോർട്ട് 5 ദിവസം കഴിഞ്ഞിട്ടേ കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ ഈ വീഡിയോ ഇടുന്ന സമയത്ത് പാസ്പോർട്ട് കിട്ടിക്കഴിഞ്ഞിട്ടേ ഞാൻ ഈ വീഡിയോ എടുത്തുള്ളൂ. അതിൻ്റെ കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടേ എടുത്തുള്ളൂ കേട്ടോ. അപ്പം ഇൻ്റർവ്യൂ എല്ലാം നല്ല അടിപൊളി ഇൻ്റർവ്യൂ ആയിരുന്നു. അതിനെക്കുറിച്ചെല്ലാം ഞാൻ പാസ്പോർട്ട് കൈ കിട്ടിക്കഴിഞ്ഞിട്ട് പറയാവേ. ഞങ്ങളപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോട്ടെ കേട്ടോ. നമ്മുടെ വിസ അടിച്ച പാസ്പോർട്ട് കിട്ടിയിരിക്കുകയാണ്. 3 ആളുടെയും പാസ്പോർട്ട് ഞാൻ പോയി കളക്ട് ചെയ്തു. ഇത് കണ്ടോ, സംഗീത, വാമിക ആൻഡ് ഗ്രീഷ്മ. കണ്ടോ, ഇത് ഞാൻ ഇപ്പോൾ ഇത് പൊട്ടിക്കുന്നില്ല. പൊട്ടിച്ച് നോക്കുന്നത് നമുക്ക് മീനുവിൻ്റെ അടുത്ത് എത്തിയിട്ട് നമുക്ക് പൊട്ടിച്ച് നോക്കാം കേട്ടോ. വളരെ എക്സൈറ്റഡ് ആണ്, സൂപ്പർ എക്സൈറ്റഡ് ആണ്. നമ്മൾ ആഗ്രഹിച്ചൊരു കാര്യം നമുക്ക് കയ്യിൽ കിട്ടുമ്പം അതും അറിയാലോ, അത് അത്രയും വാല്യൂ ഉണ്ട് അതിന്. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും വളരെ എക്സൈറ്റഡ് ആട്ടോ. അപ്പം ഇനി വീട്ടിൽ ചെന്നിട്ട് നമുക്ക് കാണാം. പാസ്പോർട്ടെല്ലാം കളക്ട് ചെയ്ത് ഞാൻ വീട്ടിലെത്തി. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഇവർ 2 പേരും വന്നില്ലായിരുന്നു. അപ്പം ഞാൻ തന്നെയാണ് കളക്ട് ചെയ്യാൻ പോയത്. കളക്റ്റൊക്കെ ചെയ്ത് ഇത് വീട്ടിലെത്തി. ഇത് 3 പേരുടെയും പാസ്പോർട്ട് പൊട്ടിച്ചിട്ടില്ല. അപ്പം നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെ പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും പൊട്ടിക്കാം. എക്സൈറ്റഡ് ആണോ? എക്സൈറ്റഡ് ആണ്. ആദ്യം നമുക്ക് വാമിക്കുട്ടിയുടെ പാസ്പോർട്ട് തന്നെ നമുക്ക് തുറന്നു നോക്കാം കേട്ടോ. അതായത് നമ്മുടെ US വിസയുടെ അൺപാക്കിംഗ് ആണ് നടക്കുന്നത്. അല്ലേ വാമിക്കുട്ടി എക്സൈറ്റഡ് ആണോ? വാമി വലുതാകുമ്പോഴായിരിക്കും കേട്ടോ വാമി എക്സൈറ്റഡ് ആകുന്നത്, അല്ലേ? അപ്പം DHL ആട്ടോ അവർ ഡെലിവറി ചെയ്തത്. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വഴിയെ പറയാം. ആദ്യം നമുക്ക് വിസ കാണാം. നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ട്. ഇത് കേപ്പ് ടൗണിൽ നിന്ന് ഇഷ്യൂ ചെയ്തതാണ്. എൻ്റെ പൊന്നോ, 2034 വരെ വിസ. എക്സ്പയറേഷൻ ഡേറ്റ്, ഇഷ്യൂ ഡേറ്റ് 21 ഓഗസ്റ്റ് കേട്ടോ. ഇതാണ്
നമ്മുടെ വാമിക്കുട്ടിയുടെ US വിസ കേട്ടോ. 10 വർഷത്തെ B1 B2 കാറ്റഗറിയിലുള്ള വിസയാണ്. മൾട്ടിപ്പിൾ എൻട്രി, ഞങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എൻട്രി ചെയ്യാം. ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ ഞങ്ങൾ, അല്ലേ വാമിക്കുട്ടി? ഇപ്പോൾ വാമിക്കുട്ടിയുടെ വിസ ഇത്. ഇനി അഡ്രൈസ് ചെയ്യേണ്ടത്, ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ഗ്രീഷ്മ സജീവൻ, അതായത് മീനുവിൻ്റെ വിസയാണ് ഇനി എടുക്കാൻ പോകുന്നത്. വാമിയുടെ അലമ്പോടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് പിടിച്ചോ. അപ്പോൾ മീനുവിൻ്റെ വിസയാണ് ഇനി. എവിടെയാണ് വിസ? അതും 2034 സെയിം ഡേറ്റ് തന്നെ ആയിരിക്കുമല്ലോ, 10 വർഷത്തേക്കുള്ളത്. ഇതാണ് മീനുവിൻ്റെ വിസ. അതേ കണ്ടോ മീനു ഉണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഇങ്ങനെ രോമാഞ്ചമാണ് ആ വിസ കാണുമ്പോൾ തന്നെ. അപ്പം ഫൈനലി എൻ്റെ വിസ കേട്ടോ ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതും എക്സൈറ്റ്മെൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് അറിയാലോ എന്താണ് സംഭവം എന്നുള്ളത് അറിഞ്ഞു. അപ്പം ഇനി എൻ്റെ വിസ, എൻ്റെ ഈ പുതിയ പാസ്പോർട്ടിൽ ഒറ്റ വിസ ഉണ്ടായിരുന്നില്ല കേട്ടോ, കാരണം ഇവിടെ പെർമനൻറ്റ് റെസിഡൻസ് ആയതുകൊണ്ട് വേറെ വിസ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് പുതിയ പാസ്പോർട്ടാണ്. അപ്പം ഇതിൽ എൻ്റെ വിസ ഉണ്ടോ, ടങ് ടങ് ടങ്, അടിപൊളി. ഇഷ്യൂ കേപ്പ് ടൗൺ, കെറ്റിയുണ്ടത്തിൽ മണി. അടിപൊളി. അല്ല, നമ്മുടെ ഫോട്ടോ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഓരോ ഫോട്ടോ വെച്ചിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോയാണ്, പക്ഷെ ഇത് കളർ ഫോട്ടോ അല്ല കേട്ടോ ഇതിൽ വന്നാക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. കണ്ടോ? എനിവേ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ എന്തായാലും പുറത്ത് പോയി ഒന്ന് ഔട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് വരാമെന്ന് വിചാരിച്ചു. ഈ എക്സൈറ്റ്മെൻറ്റ് നമുക്ക് എന്തെങ്കിലും ഒന്ന് ഒതുക്കണ്ടേ. അപ്പം ഞങ്ങളുടെ പ്ലാൻ എന്താണെന്നല്ലേ, അപ്പം നമ്മൾ USA എന്തായാലും പോകുന്നുണ്ട്. അതും അടുത്ത് തന്നെ പോകുന്നുണ്ട്. എന്നാന്നുള്ളതൊന്നും പറയുന്നില്ല, അടുത്ത് തന്നെ നമ്മൾ പോകുന്നുണ്ട് എന്തായാലും. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഞങ്ങൾക്ക് ഉണ്ട്. അതിന് മുമ്പ് കുറച്ച് പ്ലാൻ ഉണ്ട്. ആ പ്ലാനുകളും നിങ്ങൾ വഴിയേ അറിയും. ആ പ്ലാനുകളും ഞങ്ങൾ എന്തായാലും അത് പറയുന്നില്ല, അതിൻ്റെ ത്രില്ല് കളയുന്നില്ല. ഞങ്ങളെന്തായാലും അടുത്ത മാസമൊക്കെ ആയിട്ട് കുറച്ച് പ്ലാനുകളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹിൽസിലേക്ക് പോകുന്ന കാര്യം പ്ലാൻ ചെയ്യുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ ഇൻ്റർവ്യൂ എങ്ങനെയായിരുന്നു എന്നറിയോ? ഇപ്പം ഏകദേശം എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് അമേരിക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമേരിക്കയിലൊന്ന് പോയി എപ്പോഴെങ്കിലും ഒന്ന് കാണണം എന്നുള്ളത്. ഞങ്ങൾക്കും അതേപോലെ തന്നെയായിരുന്നു. അമേരിക്കയിൽ പോയി ഒന്ന് കാണണം, ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. ഞാൻ ഇപ്പം സൗത്ത് ആഫ്രിക്കയിൽ ഒത്തിരി സ്ഥലങ്ങൾ ഞങ്ങൾ ഒത്തിരി കറങ്ങി നടക്കാൻ ആഗ്രഹപ്പെടുന്ന ആൾക്കാരാണ്. അപ്പം സൗത്ത് ആഫ്രിക്കയിൽ തന്നെ ഒത്തിരി സ്ഥലങ്ങളെല്ലാം കറങ്ങി നടന്നിട്ടുണ്ട്. ആസ് എ ട്രാവൽ പ്രേമി എന്ന നിലയ്ക്ക് നമ്മുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് ഇൻ്റർനാഷണൽ ട്രിപ്സ് നടത്താമെന്നുള്ളത്. അപ്പം എല്ലാവരും പറഞ്ഞു, കുറേ പേരൊക്കെ പറഞ്ഞു USA വിസയ്ക്ക് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു ട്രാവൽ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. പ്രത്യേകിച്ച് ഇൻ്റർനാഷണൽ ട്രാവൽ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ഒത്തിരി ഹെൽപ്പ് ചെയ്യുമെന്ന്. പക്ഷെ ഞങ്ങൾക്ക് ഇൻ്റർനാഷണൽ ട്രാവൽ ഹിസ്റ്ററി ഒന്നും ഉണ്ടായിരുന്നില്ല. ആകെ സൗത്ത് ആഫ്രിക്ക ഇന്ത്യ ഈ പരിപാടി തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങൾക്ക് പൊതുവേ നമ്മുടെ ഹിസ്റ്ററി നോക്കുവാണെങ്കിൽ നമ്മുടെ ട്രാവൽ ഹിസ്റ്ററി ഒന്നും ഉണ്ടാകത്തില്ല. എന്നാലും ഞങ്ങൾക്ക് വളരെ ഈസിയിൽ വിസ കിട്ടി. അതെങ്ങനെയാണെന്നല്ലേ? ഓക്കെ, നാട്ടിൽ നിന്ന് ഇപ്പം US വിസയ്ക്ക് അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഒത്തിരി ടൈം പിടിക്കുന്നുണ്ട് അപ്പോയിൻമെൻറ്റ് ഡേറ്റ് കിട്ടാൻ വേണ്ടി, അതായത് ഇൻ്റർവ്യൂവിന് അപ്പോയിൻമെൻറ്റ് ഡേറ്റ് കിട്ടാൻ വേണ്ടി. ഇപ്പം വേറെ പല കൺട്രീസിലും ചെയ്യുന്ന പോലെയല്ല. ഇവിടെ US കോൺസുലേറ്റിൽ നേരിട്ട് പോയി അവർക്ക് ഇൻ്റർവ്യൂ കൊടുക്കണം. അവിടുത്തെ ആൾക്കാർക്ക് നമ്മളെ ബോധ്യപ്പെടണം നമ്മൾ ജെനുവിൻ ആണെന്നുള്ളത്. പണ്ട് കാലത്തൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ബാങ്കിൽ ഒത്തിരി ബാലൻസ് കാണിക്കണം, ട്രാൻസാക്ഷൻ കാണിക്കണം, എന്നാലാണ് ഇതിൽ നമുക്കൊന്ന് ഇൻ്റർവ്യൂ പാസ്സാകാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നമ്മളൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ ട്രാൻസാക്ഷൻ കാണിക്കുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. നമ്മുടെ ഹിസ്റ്ററി, നമ്മളുടെ ജെന്യൂനിറ്റി, അതാണ് അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഞങ്ങളെന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ DS-160 ഫോം ഞങ്ങൾ ഫില്ല് ചെയ്തു. അത് ജൂൺ അവസാനം, അതായത് ജൂലൈ ഫസ്റ്റ് വീക്ക് ആ ഒരു കാലഘട്ടത്തിലാണ് ഞങ്ങൾ ഫില്ല് ചെയ്തത്. ഒരു 1.5 മാസം ആയിട്ടുണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട്. എന്നിട്ട് ഞങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ October 24 അപ്പോയിൻമെൻറ്റ് കിട്ടിയിരുന്നത്.
അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അത്രയ്ക്ക് ലേറ്റ് ആവുമല്ലോ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ വേണ്ടി. അപ്പം നമുക്കൊരു കാര്യം നമുക്ക് പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കത് അപ്പം തന്നെ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഒരു വെയിറ്റ് ചെയ്യാനായിട്ടൊരു ക്ഷമ വളരെ കുറവായിരുന്നു. എന്നാലും ഇടയ്ക്കിട്ട് ഞാൻ രാത്രിയിലൊക്കെ ഇങ്ങനെ അപ്പോയിൻമെൻറ്റ് നോക്കുമായിരുന്നു. അങ്ങനെ നോക്കി എനിക്ക് സെപ്റ്റംബർ 10-ാം തീയതിക്ക് കിട്ടി അപ്പോയിൻമെൻറ്റ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ഇങ്ങനെ കുത്തിയിരുന്ന് നോക്കി റീഷെഡ്യൂൾ ചെയ്ത് ഞങ്ങൾക്ക് ഓഗസ്റ്റ് 20-ന് കിട്ടി. 10:30-ക്കായിരുന്നു, കേപ്പ് ടൗണിൽ വെച്ചായിരുന്നു ഞങ്ങൾക്ക് 3 പേർക്കും ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നത്. ഇവിടെ നല്ല വെയിലുണ്ട് കേട്ടോ, അതാണ് ഞാനിങ്ങനെ ഇരിക്കുന്നത്. കാരണം വിൻ്ററിൽ നിന്ന് മാറി സമ്മറിലേക്കൊക്കെ കിടന്നു തുടങ്ങി. അപ്പം അത്യാവശ്യം നല്ല വെയിലുണ്ട്. ചൂട് വലിയ കാര്യമായിട്ടില്ലെങ്കിലും നല്ല വെയിലുണ്ട്. ഇപ്പം ഞങ്ങളിത് വീട്ടിൻ്റെ പുറത്താണ് ഇരിക്കുന്നത്. DS-160 ഫോം ഫില്ല് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ US വിസയുടെ ഫസ്റ്റ് കടമ്പ എന്ന് പറയുന്നത്. ആ കടമ്പ ഭയങ്കര ഒരു കടമ്പയാണ്. ഞങ്ങൾ ഒരു ഏജൻസീനെയും കോൺടാക്ട് ചെയ്തിട്ടില്ല. ഞങ്ങൾ സ്വന്തമായിട്ടിരുന്ന് ഞങ്ങൾ 2 പേരും കൂടി ഇരുന്നാണ് ഞങ്ങളുടെ 3 പേരുടെയും ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്തത്. ആ DS-160യുടെ ഫോം ഫില്ല് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫോമാണ് ഞാൻ ആദ്യം ഫില്ല് ചെയ്തത്. അത് ഫില്ല് ചെയ്യാൻ എനിക്ക് ഏകദേശം ഒരു 2-2.5 മണിക്കൂറോളം എടുത്തു. കാരണം ആദ്യമായിട്ടാണ് ഞാൻ അതിൽ കൂടെ പോകുന്നത്. അപ്പം ആദ്യം ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഈ പേജില്ലേ, നമ്മൾ ഓരോ പേജ് വരുമ്പോഴും നമ്മൾ സേവ് ചെയ്ത് വിടണമായിരുന്നു. ഞാൻ സേവ് ചെയ്ത് വിടാതിരുന്നപ്പം പിന്നെ അത് ഡിലീറ്റായി പോകും. പിന്നെ ഫസ്റ്റ് തൊട്ട് വീണ്ടും ചെയ്യണം. അങ്ങനെ ഒരു 2.5 hour എൻ്റെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാനെടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ വാമിയുടെ ഫില്ല് ചെയ്തു, മീനുവിൻ്റെ ഫില്ല് ചെയ്തു. അതൊക്കെ വളരെ ഈസി ആയിരുന്നു. ഒരു 1.5 മണിക്കൂറിൽ എനിക്ക് ഫില്ല് ചെയ്യാൻ പറ്റി. പിന്നെ ഈ ആപ്ലിക്കേഷനിൽ ചോദിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് മറുപടി ജെന്യുവനായിട്ട് കൊടുക്കണം. ആ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്ന രീതിയിലിരിക്കും നമ്മുടെ ഇൻ്റർവ്യൂ എങ്ങനെയാണെന്നുള്ളതും നമ്മളെ എങ്ങനെ അവർ വിലയിരുത്തും. നമ്മൾ ചെല്ലുന്നതിന് മുമ്പേ നമ്മുടെ ഹിസ്റ്ററി എല്ലാം അവർ വിലയിരുത്തിയിട്ടുണ്ടാകും. ആ ഹിസ്റ്ററി വിലയിരുത്തലാണ് മെയിൻ. നമ്മളെ അവർക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റണം. കാരണം നമ്മൾ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരും. ഞങ്ങൾ അപ്ലൈ ചെയ്തത് B1 B2 കാറ്റഗറിയിലെ വിസയാണ്. അപ്പം 10 വർഷത്തെ മൾട്ടിപ്ലാനറിയാണ് US ഗവൺമെൻറ് നമുക്ക് തരുന്നത്. വേറൊരു രാജ്യത്തും ഇത്രയും ലോങ് ഇതിലുള്ള വിസിറ്റിംഗ് വിസ ആസ് എ ടൂറിസ്റ്റ് അല്ലെങ്കിൽ ബിസിനസ് വിസ കൊടുക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ അറിവിൽ US വിസയാണ് പണ്ട് തൊട്ടുള്ളത്. അപ്പം അവിടെ ചെന്നിട്ട് നമുക്ക് 6 മാസം നമുക്ക് ഒറ്റയടിക്ക് സ്റ്റേ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എക്സിറ്റ് ചെയ്തിട്ട് പിന്നെയും പോവാം. അങ്ങനെ 10 വർഷത്തേക്ക്. ഈ 10 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിസ എക്സ്പയർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഡ്രോപ്പ് ഓഫിൽ കൊണ്ടുപോയി നമ്മൾ ഇത് ചെയ്യുവാണെങ്കിൽ നമുക്ക് വീണ്ടും നമ്മൾ വീണ്ടും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ കേട്ടത്. വീണ്ടും നമുക്ക് അവർ റിന്യൂ ചെയ്ത് തരും. ഈ DS-160 ഫോമിൽ ഏകദേശം 50-55 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നല്ലേ? 50-55 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതും നമ്മുടെ ഫാമിലി ഡീറ്റെയിൽസ് ചോദിക്കും. അത് നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ ഡേറ്റ് ഓഫ് ബർത്ത് വരെ കറക്റ്റായിട്ട് കൊടുക്കണം. പിന്നെ അഡ്രസ്സ്, നമ്മൾ 10 വർഷം ലാസ്റ്റ് നിന്ന അഡ്രസ്സ്, നമ്മുടെ ഇവിടുത്തെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്, നമ്മുടെ ജോലി, നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അവർ ചെക്ക് ചെയ്യും. അത് ഞാൻ എൻ്റെ ഇപ്പം യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫേസ്ബുക്ക് ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങളുടെ ഫാമിലി വ്ളോഗാണെന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചിട്ട് അങ്ങനെയും കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ റീസൺ ചോദിക്കും. ആ റീസണും നമ്മൾ ജെന്യുവനായിട്ട് കൊടുക്കണം. ഞാൻ പറഞ്ഞ റീസൺ, എൻ്റെ പാപ്പൻ അവിടെ സെറ്റിൽഡാണ്. അപ്പം പാപ്പനെ വിസിറ്റ് ചെയ്യണം. പാപ്പനെ സർപ്രൈസ് വിസിറ്റ് കൊടുക്കണം. പാപ്പനും മേമയ്ക്കും. വാമീനെ അവരിതുവരെ കണ്ടിട്ടില്ല. അവർ ഹോളിഡേക്ക് ചെല്ലുമ്പം, ഇന്ത്യയിൽ ചെല്ലുമ്പം ഞങ്ങൾ അവിടെ ഉണ്ടാകത്തില്ല. അപ്പം ഞങ്ങൾക്ക് അവർക്ക് ഒരു സർപ്രൈസ് വിസിറ്റ് കൊടുക്കണം. അതിൻ്റെ ഒരു ഫാമിലി വ്ലോഗ് ഉണ്ടാക്കണം എന്നാണ് ഞാൻ അവർക്ക് റീസണായിട്ട് അതിലെഴുതിയിരുന്നത്. പിന്നെ ന്യൂയോർക്ക് ലിബർട്ടി ഓഫ് സ്റ്റാച്യു കാണാമെന്നുള്ളതും ടൈം സ്ക്വയർ കാണാമെന്നുള്ളതും ഒരു വലിയൊരു ചൈൽഡ്ഹുഡ് തൊട്ടുള്ള വലിയൊരു ആഗ്രഹമായിരുന്നു ഞങ്ങളുടെ 2 പേരുടെയും. അപ്പം ഞങ്ങൾക്ക് അതും ഒന്ന് പ്രാബല്യത്തിൽ വരുത്തണം എന്നായിരുന്നു നമ്മുടെ ആപ്ലിക്കേഷനിൽ എഴുതിയിരുന്ന ഇത്. പിന്നെ കുറച്ച് എക്സ്പ്ലോർ ചെയ്യണം. പക്ഷേ ഈ പ്രാവശ്യത്തെ ഫസ്റ്റ് പോക്കിനെ ഞങ്ങൾ കുറേ ഒന്നും എക്സ്പ്ലോർ ചെയ്യില്ല. ഞങ്ങൾക്ക് ന്യൂയോർക്ക്, വാഷിങ്ടൺ, പിന്നെ ടെക്സാസ്, ഇത്രയും സ്ഥലങ്ങളാണ് എക്സ്പ്ലോർ ചെയ്യേണ്ടതെന്നാണ് ഞങ്ങളതിൽ എഴുതിയിരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നു നമ്മുടെ ഹിസ്റ്ററി, അങ്ങനെ കാര്യങ്ങളെല്ലാം. അപ്പം നമ്മുടെ ജോലിയും ഇതും ചെയ്യുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാകും നമുക്ക് എങ്ങനെയാണ് ഫണ്ട് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. അപ്പോൾ ഞാൻ ഒരു സ്പോൺസറുടെയും ഇതൊന്നും വെച്ചിരുന്നില്ല. പിന്നെ അവിടെ പോയിട്ട് എവിടെ സ്റ്റേ ചെയ്യുന്നതെന്ന് നമുക്ക് എക്സാക്റ്റ് ഡേറ്റ് ഒന്നും കൊടുക്കണ്ടായിരുന്നു. നമുക്കൊരു എസ്റ്റിമേറ്റ് ഡേറ്റ് കൊടുത്താൽ മതിയായിരുന്നു. അപ്പോൾ ഞാൻ ഒരു എസ്റ്റിമേറ്റ് ഡേറ്റ് ഒരു 3-4 മാസം കഴിഞ്ഞിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് ഡേറ്റാണ് കൊടുത്തത്. അതും ഉറപ്പില്ല, ആ സമയത്ത് പോകുമെന്നുള്ള ഉറപ്പില്ല എന്നും പറഞ്ഞിട്ടാണ് കൊടുത്തത്. എനിവേ ഞങ്ങൾക്ക് സംഭവം എല്ലാം കിട്ടി. അത് കഴിഞ്ഞ് DS ഫോം ഫില്ല് ചെയ്തിട്ട് നമ്മൾ എവിടുത്തെ കോൺസുലേറ്റ് ആണോ അവിടെ ഇൻ്റർവ്യൂ കൊടുക്കേണ്ടത്, അവിടുത്തെ കോൺസുലേറ്റിൻ്റെ സൈറ്റിൽ പോയിട്ട്
അവിടുത്തെ അപ്പോയിൻമെൻറ്റ് ഡേറ്റ് നമ്മൾ ഷെഡ്യൂൾ ചെയ്യണം. അതിനു മുമ്പ് നമ്മൾ ഫീസ് അടയ്ക്കണം. $185 പെർ പേഴ്സണ് ഇതിന് ചാർജ് വന്നത്. ഏകദേശം ഇവിടുത്തെ ഒരു 3100 സംതിങ്, അതായത് ടോട്ടൽ ഞങ്ങൾക്ക് 3 ആൾക്ക് അപ്ലൈ ചെയ്തതിന് 10,545 റാൻഡ് ആയിരുന്നു. അപ്പം ഒരാൾക്ക് ഏകദേശം ഒരു 15,000 സംതിങ് ഇന്ത്യൻ രൂപ വരുന്നുണ്ട്. 15,000-16,000 രൂപയുടെ അടുത്ത് അവരുടെ ഫീസ് വരുന്നുണ്ട്, അതായത് US കോൺസുലേറ്റിൻ്റെ ഫീസായിട്ട് വരുന്നത്. എന്നിട്ട് പിന്നെ ഞങ്ങൾ അപ്പോയിൻമെൻറ്റ് എടുത്തു. അപ്പോയിൻമെൻറ്റ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും റീഷെഡ്യൂൾ ചെയ്യാം. അപ്പോൾ റീഷെഡ്യൂൾ ചെയ്ത് നമ്മൾ നോക്കിയിരിക്കണം. ആരെങ്കിലും ക്യാൻസലേഷൻ വരുവാണെങ്കിൽ നമുക്ക് റീഷെഡ്യൂൾ ചെയ്യാം. സാധാരണ കിട്ടുന്ന ഒരു 3-4 മാസം അപ്പുറത്തേക്കാണ് കിട്ടുന്നത്. ഇപ്പോൾ നോക്കുമ്പോൾ ആണെങ്കിൽ ഇപ്പോഴൊന്നും ഡേറ്റ് ഇല്ല, അടുത്ത വർഷത്തേക്കാണ് ഡേറ്റ് കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കി ഞങ്ങൾക്ക് സംഭവം എല്ലാം കിട്ടി, സംഭവം എല്ലാം ശരിയായി. ഓഗസ്റ്റ് 20 ഞങ്ങൾ അപ്പോയിൻമെൻറ്റ് എടുത്തു. ഞാൻ കാണിക്കാവേ DS 160 ഫോം ഞാനിതിലിപ്പം നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇതിൻ്റെ സൈഡിൽ തന്നെ കാണിക്കാം എങ്ങനെയാണ് ഫോം ഇരിക്കുന്നതെന്നുള്ളത്. അത് കഴിഞ്ഞ് ഞങ്ങൾ പ്രിപ്പയർ ചെയ്യുവാണ്. അതായത് തലേ ദിവസം 19 ഞങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത്. 20 ഞങ്ങൾക്ക് ഇൻ്റർവ്യൂ ആണ്. അപ്പം 19 വരെ ഞങ്ങൾക്ക് ജോലി ഉണ്ടായിരുന്നു. ജോലി കഴിഞ്ഞ് വന്നിട്ട് അന്ന് രാത്രി ഞങ്ങളിരുന്ന് പ്രിപ്പയർ ചെയ്യുക. അല്ലടി മീനും എന്തൊക്കെ പ്രിപ്പയർ ചെയ്തതെന്ന് പറയുക. അതിലെഴുതിയിട്ടുണ്ടായിരുന്നു മൈനർ ചൈൽഡായിട്ട് ട്രാവൽ ചെയ്യുമ്പം നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കൺസെൻറ്റ് അറ്റോർണിയുടെ വക, അതായത് നോട്ടറി ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കൺസെൻറ്റ് വേണമെന്ന്. അപ്പോൾ ഞാൻ തലേ ദിവസം ഞാൻ കുറച്ച് അറ്റോർണീസിനെ വിളിച്ച് ചോദിച്ചു എങ്ങനെയാണ് ഈ നോട്ടറി ചെയ്യുന്നതെന്നുള്ളത്. അപ്പം അവരൊത്തിരി ഫീസൊക്കെയാണോ പറഞ്ഞത്, ഒത്തിരി നല്ല വലിയ ഫീസും, പിന്നെ അവർക്ക് അതിൻ്റെ സംഭവങ്ങളെല്ലാം നമ്മൾ തന്നെ കൊണ്ടു കൊടുക്കണം, അങ്ങനത്തെ ഒരു സെറ്റപ്പൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചതൊന്നും വേണ്ട ആവശ്യമില്ല. ഞാൻ നേരെ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ തന്നെ ഒരു കവറിംഗ് ലെറ്റർ എഴുതി, ഞാൻ തന്നെ ഒരു കൺസെൻറ്റ് എഴുതിയിട്ട് ഞാനും മീനും അച്ഛൻ്റെയും അമ്മയുടെയും വക എന്ന് പറഞ്ഞിട്ട് കൺസെൻറ്റ് എഴുതി വാമിയുടെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അറ്റസ്റ്റ് ചെയ്ത് മേടിച്ചു. പക്ഷെ അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. സത്യത്തിൽ അതിൻ്റെ ആവശ്യം പോയിട്ട് ഒരു സാധനത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളൊരു കവറിംഗ് ലെറ്റർ ഉണ്ടാക്കിയായിരുന്നു, പിന്നെ DS 160 ഫോം, പിന്നെ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം കോപ്പി ചെയ്ത് സ്റ്റേറ്റ്മെൻറ്റ് അടക്കം ബാങ്ക് കൺഫർമേഷൻ, വിസ കൺഫർമേഷൻ ലെറ്റർ വരെ ഞങ്ങൾ ഇത്രയുള്ളൊരു കെട്ട് പേപ്പറായിരുന്നു കേട്ടോ. ആ പേപ്പറെല്ലാം ഞങ്ങൾ വെച്ച് പ്രിപ്പയർ ചെയ്തിട്ടാണ് സംഭവം ഞങ്ങൾ ഇതിന് പോയത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയും ഡോക്യുമെൻറ്റ്സ് ഞങ്ങളിത് കോപ്പി ചെയ്ത് ഇവിടെ DS 160 ഫോം ഉണ്ടായിരുന്നു. അത് ഞാൻ എൻ്റെ ഫയലിൽ ഇരിക്കും കേട്ടോ. അതൊറ്റ പേജുള്ളൂ, ഒരു കൺഫർമേഷൻ പേജ് മാത്രം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇൻസ്ട്രക്ഷൻസിൻ്റെ പേജ് വരുന്നുണ്ട്. ബാക്കി ഡോക്യുമെൻറ്റ്സ് ഇതാണ് ഞാൻ പറഞ്ഞ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് കൺസെൻറ്റ് ഞാൻ പറഞ്ഞില്ലായിരുന്നോ, അത് ഞങ്ങൾ ഉണ്ടാക്കി ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അറ്റസ്റ്റ് ചെയ്ത പേപ്പർ, പിന്നെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, അങ്ങനെ സകലമായ ഡോക്യുമെൻറ്റ്സും ഞങ്ങളൊരു ഫയലാക്കി എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഫോട്ടോ ഉണ്ട്, ആസ് എ റിക്വയർമെൻറ്റ്സിൽ ചോദിക്കുന്നതാണ് ഒരു ഫോട്ടോ 5x5 സെൻറ്റിമീറ്റർ വെച്ചിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്. അതിൽ റിക്വയർമെൻറ്റ്സ് എഴുതിയിട്ടുണ്ട് ഫോട്ടോൻ്റെ. ആ പ്രകാരമുള്ള ഫോട്ടോയും ഒരെണ്ണം അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്രയും ഡോക്യുമെൻറ്റ്സ് ഞങ്ങൾ അവിടെ കൊണ്ടുപോയി. സത്യത്തിൽ ഈ ഡോക്യുമെൻറ്റ്സിൻ്റെ ആവശ്യമേ ഉണ്ടായിരുന്നില്ല, അല്ലേ? സത്യത്തിൽ ഒരു സാധനം ചോദിച്ചില്ല കേട്ടോ. ഞങ്ങളപ്പം ഇത്രയും പ്രിപ്പയർ ചെയ്ത് രാവിലെ ഞങ്ങൾക്ക് 10:30 അപ്പോയിൻമെൻറ്റ് കിട്ടിയിരുന്നത്. ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു 60 കിലോമീറ്റർ ഉണ്ട് ഞങ്ങളുടെ വീടിൻ്റെ ഇവിടെ നിന്ന്. അപ്പം കേപ്പ് ടൗണിലേക്ക് പാസ് ചെയ്യുന്ന വഴിക്ക് വേണം നമ്മൾ എംബസിയിൽ പോകാൻ വേണ്ടി. അപ്പം എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിച്ചു, ട്രാഫിക് ഒന്നും കിട്ടണ്ടെന്ന് വിചാരിച്ച് ഞങ്ങളൊരു 6:30 ആയപ്പോഴേക്കും വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളൊരു 8:30 ആകാറായപ്പോഴേക്കും ട്രാഫിക് ഉണ്ടായിരുന്നു പറഞ്ഞ പോലെ തന്നെ. പക്ഷേ 8:30 ആകാറായപ്പോഴേക്കും ഞങ്ങൾ കോൺസുലേറ്റിൻ്റെ ഫ്രണ്ടിലെത്തി കഴിഞ്ഞപ്പം അവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞു ഞങ്ങളുടെ അടുത്ത്, നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് നേരെ കയറി പോകാമെന്ന് പറഞ്ഞു. ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് കയറി പോകാം, കാരണം നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് 10:30 ആണെങ്കിലും അവർ നിങ്ങളെ അലോ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര അതിശയം. എന്നാൽ ശരിയെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ സെക്യൂരിറ്റിയുടെ അടുത്ത് പോയി. അവിടെ ചെന്ന് DS 160 ഫോം കാണിക്കുന്നു. അന്നേരം സെക്യൂരിറ്റി ചെക്ക് ചെയ്ത് നമ്മുടെ അപ്പോയിൻമെൻറ്റ് ഇന്ന സമയത്താണെങ്കിലും നമ്മളെ കയറ്റി വിടുന്നു കേട്ടോ. കയറ്റി വിടുമ്പോൾ തന്നെ നമ്മുടെ സെക്യൂരിറ്റി ചെക്കിങ് എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര ചെക്കിങ് ആയിരുന്നല്ലേ? അതെ, ഭയങ്കര ചെക്കിങ് ആയിരുന്നു. സെക്യൂരിറ്റിയുടെ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ ഡിജിറ്റൽ വാച്ചോ അല്ലെങ്കിൽ ഫോണോ അതൊന്നും അതിൻ്റെ ഉള്ളിലേക്ക് അലോ ചെയ്യത്തില്ല. പക്ഷേ അവിടെ നമുക്കൊരു ലോക്കർ തരും. നമ്മൾ നമ്മുടെ ബാഗ് ഞങ്ങൾ കൊണ്ടുപോയത് വണ്ടിയിൽ തന്നെ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഈ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുപോയതിൽ പാസ്പോർട്ടും ഈ ഡോക്യുമെൻറ്റ്സും മാത്രം നമ്മുടെ കയ്യിലെടുത്തിട്ട് ബാക്കി ബാഗ്, പിന്നെ വാച്ച്, ഇവരുടെ വാച്ച് നോർമൽ വാച്ചായിരുന്നു, ഡിജിറ്റൽ വാച്ച് അല്ലായിരുന്നു. അതുകൊണ്ട് നോർമൽ വാച്ച് കെട്ടിക്കൊള്ളാൻ പറഞ്ഞു. പിന്നെ ഫോണ്, വണ്ടിയുടെ കീ, പിന്നെ വാലറ്റ് നമുക്ക് കയ്യിലെടുക്കാം. അങ്ങനെ പറഞ്ഞിട്ട് അവർ ബാഗ് അവിടെ മേടിച്ച് ഒരു ലോക്കർ തന്നു. ആ ലോക്കർ പൂട്ടിയിട്ട് അതിൻ്റെ കീ നമ്മുടെ കയ്യിൽ തന്നു. എന്നിട്ട് ഞങ്ങൾ എൻ്റർ ചെയ്യുക കേട്ടോ.
അപ്പം എൻ്റർ ചെയ്യുന്നത് ആ സെക്യൂരിറ്റിയുടെ ആ ഒരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് നടന്നിട്ട് അടുത്ത ബിൽഡിങ്ങിലാണ് ശരിക്കും ഈ ഇൻ്റർവ്യൂ നടത്തുന്ന ഓഫീസ് ഇരിക്കുന്നത്. അപ്പോൾ അവിടേക്ക് നമ്മൾ കുറച്ച് നടക്കാനുണ്ട്. അപ്പം അതിൻ്റെ ഉള്ളിൽ കൂടെ കുറച്ച് നടന്നു കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കുവാണ്. അപ്പോൾ വലിയൊരു ഡോറൊക്കെ വെച്ചാക്കുന്നത്. ആ ഡോറൊക്കെ തുറന്ന് കയറി കഴിഞ്ഞപ്പോൾ തന്നെ വേറൊരു സെക്യൂരിറ്റി, പുള്ളിക്കാരി ഭയങ്കര ചിരിച്ച ഒരു മുഖമൊക്കെ ആയിട്ട് പുള്ളിക്കാരി വരുന്നു. പുള്ളിക്കാരി ചോദിച്ചു, നിങ്ങളുടെ DS-160 ഫോം തരാൻ പറഞ്ഞു. DS-160യുടെ ഫോം നമ്മൾ അവരിൽ കൊടുത്തപ്പം ഓരോ ഫോട്ടോയും കൊടുക്കാൻ പറഞ്ഞു. ഓരോ ഫോട്ടോയും കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരി അപ്പം തന്നെ വെരിഫൈ ചെയ്തിട്ട് ഞങ്ങളുടെ കയ്യിൽ വന്നിട്ട് നിങ്ങൾ ഇന്ന കൗണ്ടറിലാണ് പോകുന്നതെന്ന്. അപ്പം ഒരു കൗണ്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വിൻഡോ, ഗ്ലാസ് വിൻഡോ ആണ്. അതിൻ്റെ ഉള്ളിലാണ് ഇവർ ഇരിക്കുന്നത്. നമുക്കിരിക്കാനായിട്ട് ചെയറൊന്നുമില്ല. ക്യൂ നിൽക്കാനായിട്ട് കുറച്ചിങ്ങനെ സ്ഥലങ്ങൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ കൗണ്ടർ 1, വിൻഡോ 1, വിൻഡോ നമ്പർ 2, 3, 4, പിന്നെ ഇപ്പുറത്തൊരു ക്യാഷ് കൗണ്ടർ എന്ന് പറഞ്ഞൊരു കൗണ്ടർ ഉണ്ട്. അതിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. അപ്പോൾ ഞങ്ങൾ വിൻഡോ 1 വന്നു. വിൻഡോ 1 വന്നപ്പോൾ തന്നെ ഒരു പുള്ളിക്കാരിയായിട്ട് ഇരിക്കുന്നത്. ആ പുള്ളിക്കാരി നേരെ ചോദിച്ചു നിങ്ങളുടെ പർപ്പസ് എന്താണെന്ന്. അപ്പം നമുക്ക് അറിയത്തില്ലല്ലോ, ഇതായിരിക്കും ഇൻ്റർവ്യൂ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പം പർപ്പസ് എന്താണെന്ന് ചോദിച്ചപ്പോഴേക്കും ഞാനിങ്ങനെ കഥകളെല്ലാം പറഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരി ഓക്കെ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി പാസ്പോർട്ട് എന്നിട്ട് ഗോ ടു നെക്സ്റ്റ് വിൻഡോ എന്ന് പറഞ്ഞു. അപ്പം ഫിംഗർ പ്രിൻ്റ് കൊടുക്കാനാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഇത്രയേ ഉള്ളൂ ഇൻ്റർവ്യൂ, ഇത്രയേ ഉള്ളൂ, ഈസി സംഭവം കിട്ടി നമുക്ക് എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഫിംഗർ പ്രിൻ്റ് കൊടുക്കാൻ വേണ്ടി നെക്സ്റ്റ് കൗണ്ടറിൽ പോയി. മീനുവിൻ്റെ അടുത്തൊന്നും ചോദിച്ചില്ല. ഞങ്ങൾക്ക് 3 പേർക്കും ഒരുമിച്ച് തന്നെ നിന്നോളാൻ പറഞ്ഞു. ഞാൻ വിചാരിച്ചു സെപ്പറേറ്റ് ആയിരിക്കും ഇൻ്റർവ്യൂ എന്ന്. കാരണം ആപ്ലിക്കേഷൻ എല്ലാം സെപ്പറേറ്റ് ഫില്ല് ചെയ്ത് സെപ്പറേറ്റ് അപ്പോയിൻമെൻറ്റ് എടുക്കണം, സെപ്പറേറ്റ് ഇതെല്ലാം ചെയ്യണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇത്രേ ഉള്ളൂ സംഭവം എന്ന് വിചാരിച്ചിട്ട് നേരെ ഇപ്പുറത്തെ കൗണ്ടറിൽ വന്നപ്പം അവിടെ ഒരു നല്ലൊരു മനുഷ്യനായിരുന്നു അല്ലേ. ആ പുള്ളിക്കാരൻ ഭയങ്കര ചിരിയോട് കൂടി ഇരുന്ന്. എന്നിട്ട് മീനുമാണ് ഫസ്റ്റ് ഫിംഗർ പ്രിൻ്റ് കൊടുത്തത്. ഫസ്റ്റ് ഫിംഗർ പ്രിൻ്റ് കൊടുത്തു കഴിഞ്ഞപ്പം എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ കൊടുത്തു. അപ്പം ഇവർ പാസ്പോർട്ട് മേടിച്ചു കേട്ടോ. ആ പുള്ളിക്കാരൻ പാസ്പോർട്ട് മേടിച്ചു. അപ്പം വാമിയുടെ പാസ്പോർട്ട് തിരിച്ചു വന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു വാമിയുടെ പാസ്പോർട്ട് എന്താ തിരിച്ചു വന്നത്, അപ്പം ഇനി സംഭവം ഒന്നും ഇല്ലേ എന്ന് വിചാരിച്ച്. അപ്പോൾ കഴിഞ്ഞപ്പോൾ മനസ്സിലായത് കൊച്ചുങ്ങൾക്ക് ഫിംഗർ പ്രിൻറ്റിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന്. അത് കഴിഞ്ഞ് നിങ്ങൾ വീണ്ടും തിരിച്ച് അപ്പുറത്തെ ക്യൂവിൽ പോകാൻ പറഞ്ഞു. അപ്പുറത്തെ ക്യൂവിൽ നിന്ന് ഞങ്ങളായിട്ട് ഫ്രണ്ടിൽ നിൽക്കും കേട്ടോ. അപ്പം ഇപ്പുറത്തെ വിൻഡോ, അതായത് വിൻഡോ നമ്പർ 3 ക്ലോസ് ചെയ്തിട്ടാക്കുക. നമുക്ക് അപ്പുറത്തിരിക്കുന്ന ആൾക്കൊന്നും കാണത്തില്ല. ഈ ബ്ലൈൻഡ്സ് ഇട്ടിട്ട് ക്ലോസ് ചെയ്തിട്ടാക്കുക. അപ്പം ഞങ്ങൾ അവിടെ ചെന്ന് നിന്നിട്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യുക. അപ്പം നമ്മൾ ഈ വന്നപ്പോൾ തന്നെ ഇവർ പറയുന്നത് ഒരു മൈക്കിലാണ് പറയുന്നത്. അപ്പം പറയുന്നതെല്ലാം നമുക്ക് കേൾക്കാം. അപ്പോൾ പറഞ്ഞത് ഫസ്റ്റ് ഞങ്ങൾ കേൾക്കുന്നത് തന്നെ യു ആർ റിജക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഭയങ്കര ഒരു കരിപ്പനൊരു പുള്ളി കേട്ടോ, ഒരു വെള്ളക്കാരൻ പുള്ളി. ആ പുള്ളി പറയാണ് റിജക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് മറ്റവർ ആപ്ലിക്കേറ്റിൻ്റെ മുഖമൊക്കെ ആകെ മാറി സാഡ് മൊമെൻറ്റിൽ ഇങ്ങനെ പോകും. അപ്പം നമ്മൾ വിചാരിച്ച് നമുക്ക് സത്യത്തിൽ വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ പറയാ നമുക്ക് കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല, നമുക്ക് വലിയ ട്രാവൽ ഹിസ്റ്ററി ഒന്നും ഇല്ലല്ലോ, നമ്മളൊരു ട്രയൽ നടത്തുവാണല്ലോ എന്നാണ് ഉദ്ദേശിച്ചിട്ടാണ് പോയി അടുത്ത പ്രാവശ്യം നമുക്ക് ട്രൈ ചെയ്യാമല്ലോ. ഇത് വലിയ സംഭവം, അത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ വേറെ ട്രൈ ചെയ്യും എന്നാണ് നമ്മുടെ ഉള്ളിലുള്ളത് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും സത്യത്തിൽ നമുക്കൊരു അങ്ങനത്തെ ഒരു ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് ടൈം പോകും, ടൈം വേസ്റ്റ് ആകും, അത്രേ ഉള്ളൂ, അങ്ങനത്തെ ഒരു സംഭവമുള്ളൂ. അപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത കൗണ്ടർ ഓപ്പൺ ചെയ്യാൻ ഞങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇപ്പുറത്തെ കൗണ്ടറിലെ ആളാണ് ഇത്തിരി ഭയങ്കര കർക്കശനാണ്. പുള്ളി ഇങ്ങനെ റിജക്റ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നതൊക്കെ നമുക്ക് കേൾക്കാം. നമുക്ക് അവർ മൈക്കിൽ പറയുന്നുണ്ടേ നമുക്കെല്ലാം കേൾക്കാം. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ എൻട്രിയാണ് അടുത്തത്. അപ്പം കൗണ്ടർ നേരെ തുറക്കുന്നു. അവർ കമ്മെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അടുത്തേക്ക് ചെന്നപ്പോൾ തന്നെ നമ്മുടെ പാസ്പോർട്ട് മാത്രം മതി അവർക്ക്. വേറെ ഡോക്യുമെൻ്റ് ഒന്നും നമ്മൾ കൊടുക്കണ്ട. നമ്മൾ ഡോക്യുമെൻ്റ് കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും അതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അവരൊരു ട്രേ പോലത്തെ സാധനം ഈ ഗ്ലാസിൻ്റെ അടിയിൽ കൂടെ തരും. അതിൽ നമ്മുടെ പാസ്പോർട്ട് വയ്ക്കുന്നു, പാസ്പോർട്ട് എടുക്കുന്നു. പാസ്പോർട്ട് എടുത്തിട്ട് അവർ ടൈപ്പ് ചെയ്യാനായിട്ട് നിൽക്കുന്ന സമയത്ത് പുള്ളി ചോദിച്ചു എന്താണ് നിങ്ങളുടെ പർപ്പസ് എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പർപ്പസ് ഇതാണെന്ന് പറഞ്ഞു. എന്താണ് പർപ്പസ് എന്നല്ല ആദ്യം ചോദിച്ചത് നിങ്ങളെക്കുറിച്ച് സെൽഫ് ഇൻട്രോ വരാൻ പറഞ്ഞു. പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ 2017 മുതൽ ഇവിടെ ഉണ്ട്, ഞാൻ രജിസ്റ്റർഡ് നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെക്കുറിച്ച് പറയാൻ പറഞ്ഞു. അപ്പം ഇവളെക്കുറിച്ച് ചോദിച്ചിട്ടില്ല. അപ്പം എന്നെക്കുറിച്ച് പറയാൻ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു. അത് കഴിഞ്ഞപ്പം എന്താണ് നിങ്ങളുടെ പർപ്പസ് എന്ന് ചോദിച്ചു. അപ്പോൾ പർപ്പസ് ഞാനിങ്ങനെ പറഞ്ഞു എനിക്ക് പാപ്പൻ്റെ ഒരു സർപ്രൈസ് വിസിറ്റ് കൊടുക്കണം, പിന്നെ എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, പിന്നെ എൻ്റെ ഡ്രീമായിരുന്നു ന്യൂയോർക്ക് വിസിറ്റ് ചെയ്യാന്നുള്ളത്, അതും എനിക്ക് ആ ഡ്രീം എനിക്ക് നിറവേറ്റണം എന്നൊക്കെ പറഞ്ഞു. വിസ കിട്ടുവാണെങ്കിൽ ഡ്രീം നിറവേറ്റണം എന്നെല്ലാ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരെൻ്റെ അടുത്ത് ചോദിച്ചു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ടല്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു യൂട്യൂബ് ചാനലുണ്ട്, പിന്നെ ഇൻസ്റ്റാഗ്രാം ഉണ്ട്, നിങ്ങൾ എന്താണ് അതിൽ ഫോക്കസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ ഫാമിലി ട്രാവലിംഗ് വ്ളോഗാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, ഇൻസ്റ്റാഗ്രാമിൽ ഫാമിലി റീൽസ് ചെയ്യാറുണ്ട്, പിന്നെ കുക്കിംഗ് വീഡിയോസും ഇടയ്ക്കിട്ട് ചെയ്യാറുണ്ട്, മെയിൻലി ഫാമിലി ട്രാവലിംഗ് വ്ളോഗാണെന്ന് പറഞ്ഞു.
അപ്പം ആ ട്രാവലിംഗ് വ്ളോഗിലും കൂടി ഞങ്ങൾക്ക് ഈ USA ഇൻവോൾവ് ചെയ്യണമെന്നുണ്ട്. പിന്നെ പാപ്പനെ അവിടെ പോയി സർപ്രൈസ് ചെയ്യുന്ന അതൊരു ഫാമിലി വ്ളോഗായിട്ടും കൂടി ഞങ്ങൾക്ക് തയ്യാറാക്കണം എന്ന് പറഞ്ഞു ആ സർപ്രൈസ് വിസിറ്റിൻ്റെ. അപ്പോഴേക്കും ആള് യൂട്യൂബ് എന്ന് പറഞ്ഞപ്പോഴേക്കും ആളുടെ മുഖം കൂട്ടാ അത് അങ്ങനത്തെ ഒരു സെറ്റപ്പായി. അത് കഴിഞ്ഞപ്പോഴേക്കും പുള്ളി പിന്നെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് പിന്നെ സംസാരിച്ചത്. അത് കഴിഞ്ഞപ്പോൾ മീനുവിൻ്റെ അടുത്ത് ചോദിച്ചു. മീനുവിൻ്റെ അടുത്ത് നേരെ ചോദിച്ചത് മെലോമെഡ് ഹോസ്പിറ്റലിൽ എത്ര കാലമായി എന്നല്ലേ ചോദിച്ചേ, എത്ര കാലമായി വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പം മീനു പിന്നെ മീനുവിൻ്റെ അടുത്ത് സെൽഫ് ഇൻട്രോ ഒന്നും ചോദിച്ചില്ല. മീനുവിൻ്റെ അടുത്ത് എത്ര കാലമായി വർക്ക് ചെയ്യുന്നത്, പിന്നെ എന്താ ചോദിച്ചേ, നിങ്ങള് ജോലിക്ക് രണ്ടുപേരും പോയി കഴിയുമ്പം വാമീനെ ആരാ നോക്കണേന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ നാനി ഉണ്ട്, പിന്നെ ഇവിടെ കൃഷി പോകുന്നുണ്ട് മൺഡേ ടു ഫ്രൈഡേ, പിന്നെ സാറ്റർഡേ സൺഡേ നാനി ഉണ്ട്, അങ്ങനെയാണ് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും പുള്ളി ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും വാമി ചെറുതായിട്ടൊന്ന് കരഞ്ഞൊക്കെ തുടങ്ങിയപ്പോഴേക്കും പുള്ളി പറഞ്ഞു ഇപ്പം കഴിയും കേട്ടോ എന്ന് പറഞ്ഞു. വാമിയുടെ അടുത്ത് പറഞ്ഞു ഇപ്പം കഴിയും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു യുവർ വിസ ഈസ് അപ്രൂവ്ഡ് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴേക്കും ഞങ്ങൾക്ക് നല്ല സന്തോഷമായി. വിസ അപ്രൂവ്ഡ്, അടിപൊളി. നമ്മൾ വിചാരിച്ച പോലില്ല. നമുക്ക് ഞാൻ പറഞ്ഞില്ലായിരുന്നു നമുക്ക് വലിയ ട്രാവൽ ഹിസ്റ്ററി, ഇന്റർനാഷണൽ ട്രാവൽ ഹിസ്റ്ററി ഒന്നുമില്ല. അതുകൊണ്ട് നമുക്കൊരു ആഗ്രഹം മാത്രമാണ്, ആഗ്രഹത്തിന്റെ പുറത്താണ് സത്യത്തിൽ നമുക്ക് കിട്ടിയത് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങള് അപ്പോൾ അവര് പറഞ്ഞു 5 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ പാസ്പോർട്ട് കിട്ടും. അപ്പം നമുക്ക് അവിടെ കൊറിയർ കളക്ടിങ് സെന്ററിൽ പോയിട്ട് കളക്ട് ചെയ്യാം, നിങ്ങൾക്ക് മെയിൽ വരും എന്ന് പറഞ്ഞു. 5 ദിവസത്തിനുള്ളിൽ വരും, നിങ്ങൾക്ക് നെക്സ്റ്റ് ഡേ തന്നെ നിങ്ങൾക്ക് ട്രാക്കിംഗ് നമ്പർ വരും എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഞങ്ങൾക്ക് വന്നു കേട്ടോ, ട്രാക്കിംഗ് നമ്പർ വന്നു. പക്ഷെ 5 ദിവസമൊന്നും പിടിച്ചില്ല, 2 ദിവസം പിടിച്ചുള്ളൂ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. 2 ദിവസത്തിനുള്ളിൽ നമ്മുടെ വിസ അടിച്ച് കിട്ടി. എന്തായാലും അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ഞങ്ങൾ സത്യത്തിൽ ഞങ്ങൾ ഒരു കാര്യം മാത്രം പഠിച്ചുകൊണ്ട് പോയി. കാരണം പാപ്പൻ്റെ അഡ്രസ്സ് എങ്ങനെ ചോദിക്കുവാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ടെക്സാസിൽ പോകണമെന്ന് പറഞ്ഞത്. അപ്പം അവിടുത്തെ അഡ്രസ്സ് ചോദിക്കുവാണെങ്കിൽ അതെന്താണെന്നുള്ളത് അറിയാൻ ഞാനും മീനും തലേ ദിവസം ജസ്റ്റ് ഒന്ന് ഇരുന്നിട്ട് ഏതാണ് അഡ്രസ്സ് എന്നുള്ളതൊന്ന് വായിച്ചു നോക്കിയായിരുന്നു. അതല്ലാതെ വേറെ പ്രിപ്പറേഷൻ ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല, ഒരു ഡോക്യുമെൻറ്റും കൊണ്ടുപോയിട്ടില്ല. ഫിനാൻഷ്യലി നമ്മുടെ ഇതൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല, സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എല്ലാ ഡീറ്റെയിൽസും അവർക്ക് എടുത്തായിരുന്നു, പക്ഷെ ഒന്നും കൊടുത്തില്ല. പക്ഷെ എല്ലാവരും എനിക്ക് തോന്നുന്നു അവർക്കെല്ലാം നമ്മളെ കുറിച്ചുള്ളൊരു ഹിസ്റ്ററി എല്ലാവർക്കും കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ നമ്മൾ ചെല്ലുമ്പോൾ തന്നെയുള്ള നമ്മുടെ ആ ഒരു കോൺഫിഡൻസ്, ആ ഒരു വിലയിരുത്തൽ, അതാണ് മെയിനായിട്ട്. അതെ, ജെന്യൂൻ ആണോ എന്നുള്ളത് മാത്രം അവർക്ക് അറിഞ്ഞാൽ മതി. അപ്പം നമ്മൾ നല്ല സ്റ്റേണായിട്ട് നിന്നിട്ട് നല്ല രീതിയിൽ ആൻസർ ചെയ്യുക. അതിൽ DS 160 ഫോം ഫില്ല് ചെയ്താക്കുന്ന രീതിയിലുള്ള ആൻസറുകൾ തന്നെ ആയിരിക്കണം നമ്മൾ കൊടുക്കാൻ വേണ്ടി. ഇല്ലെങ്കിൽ നമുക്ക് അതിൻ്റെതായ ഇതുകൾ അനുഭവപ്പെടേണ്ടി വരും. അപ്പം മെയിൻലി വേറെ ആൾക്കാരെ കൊണ്ടോ അല്ലെങ്കിൽ ഏജൻസി വഴിയൊക്കെ ഒന്നായിട്ട് ഫില്ല് ചെയ്യുന്നവർ ഇത്തിരി ശ്രദ്ധിക്കുക. കാരണം നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഫില്ല് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ ആ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും എളുപ്പമായിരിക്കും. അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇറങ്ങി നമ്മുടെ സാധനങ്ങളെല്ലാം കളക്ട് ചെയ്ത് ലോക്കറിൽ നിന്ന് സാധനങ്ങളെല്ലാം എടുത്ത് ഞങ്ങൾ വണ്ടിയിലെത്തി. വണ്ടിയിൽ നിന്ന് നേരെ വണ്ടി കയറി ഞങ്ങൾ തിരിച്ചു വന്നു കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്നാണ് ഞങ്ങൾ, കാരണം വീഡിയോ എടുക്കുന്നത് വിസ കിട്ടിയതിന് ശേഷം വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. വിസ കിട്ടി, അതുകൊണ്ടാണ് ഞങ്ങൾ വീഡിയോ എടുക്കുന്നത്. ഇന്ന് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പറയാനുള്ളത്, ഇപ്പം US വിസ അത്രയും പാടാണെന്ന് പറയുന്നവർ എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് അറിയില്ല. ഞങ്ങൾക്ക് ഇത്ര ഈസി ആയിട്ട് കിട്ടിയതുകൊണ്ടാണെന്ന് അറിയില്ല. അത്രയ്ക്ക് പാടൊന്നുമില്ല സത്യത്തിൽ. നമ്മൾ ജെന്യുവൻ ആയിട്ട് നമ്മൾ ആ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക, ജെന്യുവൻ ആയിട്ടുള്ള ആ റീസൺ കാണിക്കുക, അത്രയേ ഉള്ളൂ. അപ്പം ആരും US വിസ പാടാണ്, നിങ്ങൾ ട്രാവൽ ഹിസ്റ്ററി ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഇത്രയും ലക്ഷങ്ങൾ കാണിച്ചിട്ട് നിങ്ങൾ ഇത് ചെയ്യാം അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടോ US വിസിറ്റ് ചെയ്യണം, നിങ്ങൾക്ക് US വിസ നിങ്ങളുടെ പാസ്പോർട്ടിൽ വേണം എന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. എന്തായാലും നമ്മുടെ ഒരു കോൺഫിഡൻസിൻ്റെ രീതിയിൽ നമുക്ക് US വിസ അപ്രൂവ് ആയിട്ട് കിട്ടും കേട്ടോ. പിന്നെ US വിസ നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ടിൽ ഉണ്ടെങ്കിൽ ഉള്ള ബെനിഫിറ്റ്സ്, ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട്. കാരണം ഇന്ത്യൻ പാസ്പോർട്ടിന് പൊതുവേ ഒരു ഇത്തിരി വാല്യൂ കുറവാണ്. കാരണം നമുക്ക് ഒത്തിരി രാജ്യങ്ങളിൽ വിസ വേണം, വിസ കിട്ടണമെങ്കിൽ തന്നെ ഇന്ത്യൻ പാസ്പോർട്ട് വെച്ച് ചെല്ലുമ്പം ഒത്തിരി പാടുണ്ട് എന്നൊക്കെ ഞാനും വായിച്ചിട്ടുണ്ട്. അപ്പം ശരിക്കും US വിസ നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ടിൽ ഉണ്ടെങ്കിൽ ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട്. ആ ബെനിഫിറ്റ്സിൽ ഒന്നാണ് നമുക്ക് പല രാജ്യങ്ങളും വിസ ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മുടെ അറേബ്യൻ കൺട്രീസ് UAE സ്ഥലങ്ങളിൽ വരെ തന്നെ, അതായത് ദുബായ്, ഖത്തർ, കുവൈറ്റ്, ഇവിടെയൊന്നും നമുക്ക് വിസയുടെ ആവശ്യമില്ല. നമുക്ക് ഓൺ അറൈവലാണ് വിസ കിട്ടുന്നത്. US വിസ ഉണ്ടെങ്കിൽ 14 ദിവസം വരെ സ്റ്റേ ബാക്ക് ചെയ്യാം. പിന്നെ സൗത്ത് കൊറിയ, ബ്രസീൽ, അർജൻറ്റീന, അവിടെയൊക്കെ പല രാജ്യങ്ങളിലും നമുക്ക് ഈ വിസ നമുക്ക് എടുക്കാൻ പറ്റും. നമ്മൾ നേരിട്ട് അപ്ലൈ ചെയ്ത് ഇതെടുക്കേണ്ട. പിന്നെ ഷെങ്കൻ വിസ കിട്ടാൻ എളുപ്പമായിരിക്കും.
പിന്നെ ജപ്പാൻ, അവിടെയൊക്കെ നമുക്ക് ഇ വിസയിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ പല രാജ്യങ്ങളും നമുക്ക് വിസ ഫ്രീ അല്ലെങ്കിൽ ഇ വിസ ആയിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. അത് ഒരു വലിയ ബെനിഫിറ്റാണ്. കാരണം ഞങ്ങളിനി വരും കാലങ്ങളിൽ കുറേ ട്രിപ്പുകളെല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു ബെനിഫിറ്റാണ് USVC ഉള്ളത്. USA പോകണം എന്നുള്ളത് ഒരു ആഗ്രഹമാണ്. ആ ആഗ്രഹം എന്തായാലും ഞങ്ങൾ അടുത്ത് തന്നെ നടത്തുന്നതാണ്. അപ്പം അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. ഞങ്ങൾക്കപ്പം USVC കിട്ടിയതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. ഇനി ട്രാവൽ വ്ളോഗ്സ് എല്ലാം വരുന്നുണ്ട്. നമ്മുടെ കാറ് നമുക്ക് കിട്ടി. ആ കാറിലാണ് നമ്മൾ വിസ അപ്ലൈ ചെയ്യാൻ പോയത്. നമ്മുടെ കാറ് കിട്ടിയപ്പോൾ തന്നെ നമുക്ക് കോൺഫിഡൻസ് തിരിച്ചൊന്ന ലെവലായി. പിന്നെ ഇനി നമ്മൾ ട്രാവലിംഗ് വ്ളോഗ്സ് എല്ലാം വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അടുത്ത മാസം ഞങ്ങൾക്ക് കുറച്ച് പ്ലാനുകളുണ്ട്. അപ്പം ഇപ്പം സൗത്ത് ആഫ്രിക്കയിലുള്ള കുറച്ച് ട്രാവലിംഗ് വ്ളോഗുകളെല്ലാം കുറച്ച് ദിവസത്തേക്ക് മാറ്റി വെച്ചേക്കുവാണ്. കാരണം ഞങ്ങൾക്ക് കുറച്ച് പ്ലാനുകളുണ്ട്. പിന്നെ അങ്ങനെ കാര്യങ്ങൾ അല്ലേ വാമി? വാമിക്കും മീനുനും ചെറിയ ജലദോഷവും പനിയൊക്കെ ആയിരുന്നു. അവർക്ക് സെറ്റായി വരുന്നുള്ളൂ. വാമിക്കുട്ടിക്ക് ഇപ്പോൾ ഉറങ്ങേണ്ട സമയം കേട്ടോ. അതാണ് ഇങ്ങനെ കിടക്കുന്നത്. ഞങ്ങൾ വാമീനെയും കൊണ്ടുപോയിട്ട് ഒരു ഫാമിലൊക്കെ പോകാമെന്ന് വിചാരിച്ചിരിക്കുവാണ്. കുറച്ച് മൃഗങ്ങളെയൊക്കെ കാണിച്ചു കൊടുക്കാം. ഇന്ന് വന്നിട്ട് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാം അല്ലേ മീനു? ചിലവില്ലേ? എന്ത് ചിലവ്? അതെ വിസ കിട്ടിയതിൻ്റെ ചിലവുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഗൈസ് വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കൂ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്തോളൂ കേട്ടോ. വൺ ലൈഫ് ലിവ് വിത്ത് 007. ലിവ് ഇൻ ദ മൊമെന്റ്. ലിവ് ഇൻ ദ മൊമെന്റ്. ചേസ് പറഞ്ഞേ. ചേസ്. ബൈ ബൈ. ബൈ ബൈ. അതെ വാമിക്കുട്ടി ബൈ ബൈ പറഞ്ഞ കേട്ടോ. എല്ലാവർക്കും ബൈ ബൈ.